എന്താ പറയുക, ഒരു ടൈം കൊടുക്കുക, നമ്മൾ ആ ഒരു പ്രോസസ്സിനകത്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടൊരു ആ ഒരു രീതിക്കാണ് എനിക്കത് മനസ്സിലാക്കിയുള്ളത്. എനിക്കത് കുറച്ചും കൂടെ ഇപ്പൊ കണ്ടത് ചുമ്മാ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായി പേഴ്സണലി. വെരി ഒരു നോർമൽ സെൻസിലാണ് പല സീൻസും കണക്ട് ചെയ്യാൻ പറ്റി. നമ്മൾ സമയം ടൈം എടുത്ത് ലൈക്ക് സ്ലോ ഡൗൺ ചെയ്ത് ചിന്തിക്കേണ്ടതാണ്. ബിക്കോസ് ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. എല്ലാ സ്ഥലത്തും നമ്മുടെ ചുറ്റിലും കാണുന്ന കാര്യമാണ്. സോ എനിക്കൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് തോന്നി, ഒരു ഐ ഓപ്പണറായിട്ട് തോന്നി. ഒരു സൈക്കോളജിക്കലായിട്ടുള്ള അഡ്വൈസസ് കൊടുക്കാറുണ്ട്, ചെറുതായിട്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു ഡയലമയിലായിരുന്നു, ഞാൻ ഷുഡ് ഐ ഇന്റർവ്യൂ ഓർ നോട്ട് എന്നുള്ളത്. സോ ദിസ് ഇസ് ആക്ച്വലി ടെലിംഗ് ദ ട്രൂത്ത്. അപ്പം അത് ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ദിസ് ഇസ് ആക്ച്വലി എ ഡയലമ വിച്ച് ഹാപ്പൻസ് എവറി ടൈം, ആൻഡ് ദിസ് ഇസ് ദ സെയിം തിങ് വിച്ച് ഹാപ്പൻസ് വിത്ത് ദ ഡോക്ടേഴ്സ് ആസ് വെൽ. സ്റ്റോറി ലൈൻ ഇസ് റിയലി ഗുഡ്, ദ കണ്ടന്റ് ഇസ് ഗുഡ്, അത് ഡിപിക്റ്റ് ചെയ്ത രീതിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കും കണ്ടന്റ് വാസ് വെരി നൈസ്, കണക്ട് ചെയ്യാൻ പറ്റി. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ കൂടുതലും കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഡിപ്രഷൻ ആൻഡ് ഇഷ്യൂസ് ബിറ്റ്വീൻ ദ ഫാമിലി ആൻഡ് ഓൾ. സോ the way how you have given us was good. Like the problems which is faced by the common people nowadays, depression പറയുമ്പോൾ നിങ്ങൾ ഓർഗനൈസേഷൻസിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. ലൈക്ക് കൗൺസിലിംഗ് ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ലൈക്ക് ഞാൻ ഒന്നിനും കൊള്ളൂല, പ്ലസ് ഈ സൊസൈറ്റി ഒന്നിനുമില്ല, ലൈക്ക് ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്യണ്ട. അപ്പം അങ്ങനത്തെ സമയത്താണ് അങ്ങനത്തെ ഒരു നമുക്ക് ചിന്താഗതി വരുന്നത്. അപ്പം എന്തായാലും ലൈക്ക് വിതിൻ ആ ഒരു ചെറിയ സ്പാനിൽ നിങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് രീതി നല്ലുണ്ട്. വെച്ചിട്ട് തന്നെ പറയാം, റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തു. പുറമെ ടു ദ വേൾഡ്, ഇവൻ ദോ ഷീ ഈസ് ഡൂയിങ് ഓൾ ദ ടാസ്ക്, ഷീ ഈസ് എൻഗേജിങ് വിത്ത് പീപ്പിൾ, ഷീ ഈസ് ഇൻകോപ്പറേറ്റിംഗ് എല്ലാം ഉണ്ടെങ്കിലും ഷീ ഈസ് ഓൾസോ സ്ട്രഗ്ലിംഗ് വിത്ത് ഇറ്റ്. സോ അപ്പോൾ അത് നമുക്ക് റിയൽ ലൈഫിൽ കാണാൻ പറ്റുന്നത്. എല്ലാവരും പ്രശ്നം ഉള്ള ആൾക്കാർ എന്നും പറയണമെന്നില്ല, ഇല്ലാതെ എന്നും ചിരിച്ച മുഖങ്ങൾക്ക് ഉള്ളിലും വേദനകളും വിഷമങ്ങളും ഉണ്ടാവാം. ബട്ട് ഷീ ഈസ് സ്ട്രഗ്ലിംഗ് വിത്തിൻ, നല്ല സ്ട്രഗിൾ ഉണ്ട്. പിന്നെ ആ ട്വിസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ ഷോർട്ടായിട്ട് മനസ്സിൻ്റെ എന്താ പറയുക ഹൃദയത്തിലേക്ക് തട്ടുന്ന രീതിയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇതിനകത്തൊരു ത്രില്ലർ സ്വഭാവമുണ്ട്. എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയുന്നില്ല. ഇടയ്ക്ക് അവർ നമ്മളൊരു ഇക്വേഷൻ എന്താണ്, ഇതിൽ ഏതാണ് റിയൽ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിറ്റുവേഷൻസ് ഇയാളുടെ സ്വപ്നം തന്നെയാണോ, അങ്ങനെയൊക്കെയുള്ള കുറെ വിഷ്വലിലൂടെ തന്നെ ഈ ആ സാധ്യതകളെല്ലാം കറക്റ്റ് ആ സ്റ്റോറി ടെല്ലിങ്ങിൽ വന്നു എന്നുള്ളതാണ് വേറൊരു അതിൻ്റെ ഒരു മേക്കിങ്ങിൽ ഞാൻ കണ്ടത്. പിന്നെ BGM ഇപ്പൊ ശരിക്കും ഒരു നമ്മളിപ്പോഴത്തെ ഫിലിംസിലൊക്കെ കേൾക്കുന്ന പോലത്തെ ആ ഒരു സോങ്സിന്റെ ഒരു സ്വഭാവങ്ങളൊക്കെയാണ്, സുഷിന്റെ ഒക്കെ മ്യൂസിക് പോലെ.